ഹായ് ഫ്രണ്ട്സ്, മൗനം സമ്മതം രണ്ടാം ഭാഗത്തിൻ്റെ 349ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് എപ്പിസോഡിലേക്ക് പോയാലോ. എപ്പിസോഡിനെ അവർക്ക് തന്നെ കാണിക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ അമ്മയാണ്. സിദ്ധാർത്ഥിൻ്റെ അമ്മ ആകെ പേടിച്ചിരിക്കുകയാണ്. എന്താ ഇനി ചെയ്യുക, ഇതിനെക്കുറിച്ച് ഇനി അവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ എന്തൊക്കെ പറയുന്നൊക്കെ ആലോചിച്ചത് ആകെ കരഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ജ്യോതി അങ്ങോട്ട് വരുന്നത്. അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മ കരയുന്നുണ്ടല്ലോ, അമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പം അമ്മ അവിടുന്ന് എഴുന്നേറ്റിട്ട് പോവാണ്. ഇല്ല, എനിക്കൊന്നുമില്ല, നീ ഒന്നും ചോദിക്കണ്ട, എനിക്ക് ഒന്നുമില്ല, നീ പോകുന്നു പറയും. അപ്പം ജോലി പറയും, അമ്മ എന്താ കാര്യം എന്ന് പറ, എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നത്? അപ്പം അമ്മ പറയും, നീക്കിത് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമാവും, കാരണം നീ ഇപ്പം ജയിച്ചില്ലേ, ഞാനല്ല തോറ്റത്. അങ്ങനെ ബാങ്കുകാർ പൈസ എല്ലാം കൊണ്ട് പോയ കാര്യങ്ങളൊക്കെ ജ്യോതിയോട് പറയും. ഇപ്പം നിനക്ക് ഒരുപാട് സന്തോഷമായി കാണുമല്ലോ, കാരണം എന്നെക്കുറിച്ച് സിദ്ധാർത്ഥനോട് പറയാൻ പുതിയൊരു പരാതി വഴി നിനക്ക് കിട്ടിയല്ലോ. അമ്മ എന്തായി പറയുന്നത്? ഞാൻ എന്തിനാണ് അമ്മയെക്കുറിച്ച് സിദ്ധാർത്ഥനോട് പരാതി പറയുന്നത്? ഞാൻ ഒരിക്കലും ഇത് സിദ്ധാർത്ഥനോട് പറയില്ല. അപ്പൊ അമ്മ പറയും, അല്ല, അപ്പൊ നിങ്ങളാരും പറഞ്ഞിട്ട് ഞാനിതുവരെ കേട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അമ്മ ഞങ്ങളുടെ അമ്മയല്ലേ, ഞാൻ എന്തിനാണ് അമ്മയോട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? അമ്മ പേടിക്കണ്ട. അമ്മ എന്തായാലും അറിയാതെ സംഭവിച്ചു പോയതല്ലേ, അറിഞ്ഞോണ്ട് ചെയ്തോന്നല്ലോ, അത് സാരമില്ല, പോയത് പോയി, ഇനി അങ്ങനെയൊന്നും ചെയ്യാതെ ഇരുന്നാൽ മതി. അമ്മ വിശ്രമിക്കാൻ നോക്കും, ഞാൻ അമ്മയ്ക്ക് വെള്ളം എടുത്തോണ്ട് വരാന്ന് പറഞ്ഞിട്ട് ജ്യോതി അവിടുന്ന് പോകും. അപ്പോൾ സിദ്ധാർത്ഥന അമ്മ പറയും, എനിക്കറിയാം, ഇവൾ കാണുന്ന പോലെ ഒന്നല്ല, എന്തായാലും ഇത് അവരോട് പോയി പറഞ്ഞെടുക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഭരതിനെയാണ്. അങ്ങോട്ട് സോജ വരും. ഭരത്, നിങ്ങൾ എന്താ ഈ ചെയ്തത്? എന്താ നിങ്ങൾ അച്ഛനോട് നാണോ പറഞ്ഞത്? നിങ്ങൾ അശോക് ആശയം പോകുന്നത് കണ്ടല്ലേ, എന്നിട്ട് പിന്നെ എന്തിനാണ് അവരെ കണ്ടില്ലെന്ന് പറഞ്ഞത്? ഭരത്, ഒന്ന് പറ. അപ്പൊ ഭരത് പറയും, കാരണം ഞാനൊരു സ്വാർത്ഥനാണ്, ഐ ആം സെൽഫിഷ്. നിനക്ക് നിന്റെ ഉത്തരം കിട്ടില്ലേ? സാധാരണ നിനക്കിപ്പോ എന്തായാലും ഇതിനെനിക്ക് നിന്റെ ഒരു സഹായം വേണം. അപ്പൊ സോജ ആകെ ഷോക്കായിട്ട് പറയും, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ സെൽഫിഷ് ആവാൻ കഴിയും? നിങ്ങൾ സെൽഫിഷ് ഒന്നല്ല, നിങ്ങളെപ്പോഴും നിങ്ങളുടെ കാര്യം ചിന്തിക്കാതെ മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങളെങ്ങനെ അത് നിങ്ങളുടെ സ്വന്തം സഹോദരന്റെ കാര്യത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? അശോക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനായിരുന്നു, അതുപോലെ തന്നെ ആശ നിങ്ങൾ ഒരു ചെറിയ സഹോദരിയെ പോലെ നിങ്ങൾ കണ്ടിരുന്നത്, എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ അവിടെ ഇങ്ങനെ ചെയ്യാൻ കഴിയും? അപ്പൊ ഭരത് പറയും, അവര് വിടുന്ന പോയതിൽ എനിക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ എന്റെ വേദനകൾ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛനൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അച്ഛന് പിന്തുണ കൊടുക്കുന്നത്. എനിക്ക് മുൻപ് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു മകനാവണം ഞാനെന്ന്, അതായത് അശോകിനെ പോലെ ആവണമെന്ന്. പക്ഷേ എനിക്ക് ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛന് എന്നെ ഇതുവരെ ഒരു വിശ്വാസമോ അങ്ങനെ പ്രത്യേക ഒരു പരിഗണനയോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആദ്യമായിട്ട് എനിക്കത് കിട്ടുന്നത് അശോക് ഇവിടുന്ന് പോയതിനു ശേഷമാണ്. അതിനുശേഷമാണ് ഞാൻ അച്ഛന് പിന്തുണ കൊടുക്കാനും അച്ഛന് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം അച്ഛൻ എന്നെ വിശ്വസിക്കാൻ തുടങ്ങി. അച്ഛൻ എനിക്ക് ഒരുപാട് നല്ലൊരു സ്ഥാനം തരാൻ തുടങ്ങി. അശോകിനെ പോലെ എന്നെയും കാണാൻ തുടങ്ങി. സോജ, നീ തന്നെ പറ, ഞാൻ എങ്ങനെ ഒരു സ്വാർത്ഥനുള്ളതായി മാറും? ഞങ്ങൾ 2 ആൺമക്കളാണുള്ളത്, പക്ഷേ അശോകിന് മാത്രമാണ് എപ്പോഴും സ്നേഹവും കരുതലും സ്ഥാനവും എല്ലാം അച്ഛൻ കൊടുത്തിരിക്കുന്നത്. അച്ഛൻ എന്നോട് അതുപോലെ അശോകനോട് സംസാരിക്കുന്നതിന്റെ ഒരു പകുതി പോലും എന്നോട് സംസാരിക്കാറില്ല. അശോകിനെ കാണുന്ന പോലെ ഒരു ചെറിയ രീതിയിലെങ്കിലും എന്നെ കാണാറില്ല. ചിലപ്പോഴൊന്നും അച്ഛൻ എന്നെ ഇവിടെ പരിഗണിക്കാത്ത പോലെ എനിക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് പണ്ടേ എനിക്ക് അച്ഛൻ്റെ കൺമുന്നിൽ എനിക്ക് അച്ഛൻ്റെതായ ഒരു മകൻ, അതായത് അച്ഛന് വേണ്ട ഒരു മകനായി, അല്ലെങ്കിൽ അച്ഛൻ്റെ മുന്നിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ പണ്ടേ ശ്രമിച്ചിരുന്നു, ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷെ അത് ഞാൻ പുറമേ കാണിക്കാറില്ല. എന്നാലും എൻ്റെ ഉള്ളിൽ എനിക്ക് നല്ലൊരു സ്ഥാനം അച്ഛൻ്റെ മുന്നിൽ കിട്ടണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ടും എനിക്ക് അച്ഛൻ്റെ മുന്നിൽ ഒരു സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അത് സംഭവിച്ചത് എപ്പോഴാന്ന് വെച്ചാൽ അശോകും ആശയും ഇരുന്ന് പോയപ്പോഴാണ്. അപ്പോഴാണ് ഞാൻ അതിൻ്റെ ആ ഒരു സ്ഥാനം അറിയുന്നത്. അപ്പം അവൻ ഞാൻ എങ്ങനെ തടയുക? അതുമല്ല, ഈ കാര്യങ്ങളൊക്കെ നിന്നേക്കാൾ കൂടുതൽ മറ്റാർക്കാണ് മനസ്സിലാവുക? നീ തന്നെ അല്ലേ എന്നോട് മുൻപ് അശോകിനെ കുറിച്ചും എന്നെക്കുറിച്ചും എപ്പോഴും കമ്പയർ ചെയ്ത് പറയാറുണ്ടായിരുന്നത്? അശോകിനാണ് എന്നേക്കാൾ കൂടുതൽ സ്ഥാനം, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് മുൻപ് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിനക്ക് ഇതെല്ലാം അറിയുമ്പോൾ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത്? എനിക്കറിയാം നിനക്ക് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അവരെല്ലാവരും ഇവിടെ വേണം എന്നാണ് നിന്റെ ആഗ്രഹം എന്ന് എനിക്കറിയാം. പക്ഷേ അവരോട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പം ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥാനവും ഈ സ്നേഹം ഒന്നും എനിക്ക് കിട്ടില്ല. അവരിവിടേക്ക് വീണ്ടും വന്നാൽ എനിക്ക് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല. അശോക് ഇപ്പോൾ അശോകിൻ്റെതായ വ്യക്തിത്വം കണ്ടുപിടിക്കാൻ പോയിരിക്കുകയാണ്. പക്ഷേ അശോക് ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വം, എൻ്റെ എല്ലാ സ്ഥാനവും എല്ലാം ഇവിടുന്ന് പോകും. ഇത്രയും കാലമായിട്ട് ഞാൻ എവിടെ ജോലി ചെയ്യുന്നു, എങ്ങനെ എൻ്റെ ജോലി പോയിക്കൊണ്ടിരിക്കുന്നു, ഞാൻ എപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചിരുന്നത്, ഇതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു ചിന്തയില്ല. പ്രത്യേകിച്ച് അച്ഛന്. ഞാൻ ഫുഡ് കഴിച്ചോ ഇല്ലേ, ഇതൊന്നും എന്നോട് ഇതുവരെ ചോദിച്ചിട്ട് പോലും ഇല്ല. ഞാൻ ഇനി ഫുഡ് കഴിച്ചാലും എന്തെങ്കിലും അച്ഛൻ അത് ഒരു വിധത്തിൽ ബാധിക്കാനും പോകുന്നില്ല. പക്ഷേ അശോക് ഒരു സമയമെങ്കിലും ഫുഡ് കഴിക്കാതിരുന്നുണ്ടെങ്കിൽ അത് അച്ഛനെ എത്രത്തോളം ബാധിക്കുന്നറിയോ? അശോകിന് ഫുഡ് അച്ഛൻ്റെ കൈ കൊണ്ട് തന്നെ വാരി കൊടുക്കും. പക്ഷേ ഇന്നേ വരെ എന്നതിനെക്കുറിച്ചൊന്നും ചോദിക്കുകയോ പറയുകയോ അന്വേഷിച്ചിട്ടോ ഒന്നുമില്ല. ഇപ്പോഴാണ് എനിക്ക് അതുപോലൊരു അവസരം കിട്ടുന്നത്. ഇപ്പോഴാണ് അച്ഛൻ്റെ സ്നേഹം എന്താ ഞാൻ അറിയുന്നത് തന്നെ. അത് കുറച്ച് നീ കിട്ടിക്കൊണ്ടേ ഇപ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ ഇത് വേണ്ടെന്ന് നിൽക്കുന്നത്. എനിക്കിതിൽ ആഘോഷപ്പെട്ട സ്നേഹം തന്നെയല്ലേ? എനിക്ക് കിട്ടാതെ പോയ എൻ്റെ അച്ഛൻ്റെ സ്നേഹം കരുതലും എല്ലാം എനിക്ക് തിരിച്ചു വേണം സോജ. നീ എന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നീ എന്തായാലും എൻ്റെ കൂടെ തന്നെ നിൽക്കുള്ളൂ. നീ കാണിക്കുന്നത് ആശേനെ അശോകിനെയാണ്. അവരിങ്ങനെ ബസ്സെല്ലാം പോയി നിൽക്കുമ്പോഴായിരിക്കും ഒരു ലോറി കാണുന്നത്. അവർ മുമ്പിലേക്ക് പോകാൻ നിൽക്കുമായിരിക്കും. അപ്പോൾ അശോക് വേഗം ആശയം കൊണ്ട് അങ്ങോട്ട് ചെല്ലും. അപ്പോഴാണ് അതിലൊരു ചേച്ചി ഇങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് കാണുന്നത്. അയ്യോ, നീ വരുന്നില്ലേ? നീ വരുന്നെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ എൻ്റർടൈൻ ചെയ്യും?
ഭയങ്കര ബോറിംഗ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ ഫോൺ കട്ട് ചെയ്യും. അപ്പൊ ആഷിക്ക് ഒരു ഐഡിയ തോന്നും. അങ്ങനെ അശോകിനെ കൊണ്ട് അവിടേക്ക് വരും. ചേച്ചി ഞങ്ങൾ ഈ ലോറിയിൽ നിന്ന് കയറിക്കോട്ടെ, എന്താന്ന് വെച്ചാ ഞങ്ങളുടെ ബസ് പോയി, അതുകൊണ്ട് ഞങ്ങളിപ്പോ ഇങ്ങനെ പോകുന്ന ആലോചിച്ച് നിൽക്കുക, ഞങ്ങൾക്ക് എന്തായാലും മുംബൈയിലേക്കാണ് പോകാനുള്ളത്. അപ്പൊ അവര് പറയും അതെ ഞങ്ങളിങ്ങനെ ഫ്രീ ആയിട്ട് ആൾക്കാരെ കൊണ്ടുപോകാൻ നടക്കുന്നതല്ല. അപ്പൊ ആഷു പറയും ചേച്ചി അങ്ങനെയല്ല, ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നേരത്തെ ചേച്ചി പറഞ്ഞ ഞങ്ങൾ കേട്ടു, എന്റർടൈൻമെന്റ് വേണം അല്ലെങ്കിൽ ബോറിംഗ് ആവുന്നൊക്കെ. ഞങ്ങൾ രണ്ടുപേരുണ്ടെങ്കിൽ നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കും, കാരണം എന്റെ ഭർത്താവിനും എനിക്ക് നന്നായി പാടാൻ അറിയാം, അവിടെ ഞങ്ങൾക്ക് നിങ്ങൾ നന്നായിട്ട് എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ കഴിയുമെന്ന് പറയും. അങ്ങനെ ആഷു പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ മതി, ഞങ്ങൾ വന്നാൽ നല്ല അടിപൊളിയായിരിക്കും, നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ അവര് പറയും എന്നാൽ നിങ്ങൾ കയറിക്കോ, എന്റെ നല്ല എന്റർടൈൻമെന്റ് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവര് അശോകയും ആശയും ആ വണ്ടിയിലേക്ക് കയറ്റും. പിന്നീട് അശോകും ആശയും ലോറിയിൽ കയറിയിരുന്നത് അവർ പരസ്പരം നോക്കി ഇരിക്കുകയായിരിക്കും. അപ്പൊ ആ ചേച്ചി പറയും അതെ നിങ്ങളിങ്ങനെ നോക്കിയിരിക്കാതെ ഇതിലേക്ക് കയറിയത്, നിങ്ങൾക്ക് പാടാനാണല്ലോ പറഞ്ഞത്, ഇതാ പാടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ഡോൾ എടുത്തിട്ട് ആശയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ ആശയ്ക്കാണ് ഡോൾ വായിക്കാനൊന്നും അറിയാതെ ചുമ്മാ പറഞ്ഞ് കയറിയതല്ലേ. അപ്പൊ അശോക് പറയും ഇതാ വായിച്ച് വേഗം പാടിക്കോ, നീ എന്നെ ചേച്ചിയല്ലേന്ന് പറയും. അങ്ങനെ ആശയാണെങ്കിൽ ഇത് അറിയാത്തോണ്ട് തന്നെ അശോകിന്റെ കയ്യിൽ വേഗം കൊടുക്കുകയാണ്. ഇതാ എന്റെ ഭർത്താവിൻ്റെ നന്നായിട്ട് വായിക്കാൻ അറിയാം, അത് നല്ല പാട്ടും പാടും, അശോക് പാടാൻ വാങ്ങിക്കോന്ന് പറയും. അപ്പൊ അശോക് പറയും നീ എന്റെ മേലെ കൊടുക്കുകയല്ലേ. അപ്പൊ ആശ പറയും അതെ ഞാൻ നിങ്ങളെ കൊടുക്കുകയല്ലേ, രക്ഷിച്ചതാണ്, ഇപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല തന്നെയല്ലേ, നമുക്ക് മുംബൈ എത്തണ്ടേ, അത് നടക്കില്ല എന്ന് പറയും. അപ്പൊ അശോകാണെങ്കിൽ ആ ഡോൾ എടുത്തിട്ട് ആശയുടെ എത്തിന് കൊടുക്കും. ഇതാ എല്ലാവരും കണ്ടോ, ഇവളിപ്പോ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും, ഇവർക്ക് നന്നായിട്ട് പാടാൻ അറിയാം, നന്നായിട്ട് ഡോലി വായിക്കാൻ അറിയാം, നീ നിന്റെ കഴിവൊക്കെ കാണിച്ചു വെക്കും, ഇവർക്ക് എതിരുള്ളത് അറിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആശയനെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പൊക്കി വെക്കും. അങ്ങനെ ആശയാണെങ്കിൽ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഡോളിങ്ങനെ പിടിച്ച് രണ്ട് കൊട്ടായി കൊട്ടുന്നുണ്ട്. അങ്ങനെ ആശ പാടാൻ തുടങ്ങും. ആശയുടെ ആണെങ്കിൽ ഒരു കാരാഗമായിരിക്കും, ഒരുപാട് ഒച്ച വെച്ച് ഇങ്ങനെ അല്ലറിയോടൊന്നും ഇങ്ങനെ പാടും. ഇത് കേട്ട് അവരെല്ലാവരും ആകും ഇങ്ങനെ ഷോക്കാവുള്ളൂ. അശോകാണെങ്കിൽ ഭയങ്കര മോട്ടിവേഷനെ കൊടുക്കുന്നുണ്ട്, അറിയാം ബാ സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവരാണെങ്കിൽ ആശ ഇങ്ങനെ അലർന്ന് വിട്ടിട്ട് അവർ മതി ഒന്നും നിർത്തുന്നുണ്ടോ, നിങ്ങളിങ്ങനെ കാരാഗം പാടാനല്ല പറഞ്ഞത്, നിങ്ങളല്ലേ പറഞ്ഞ് നന്നായിട്ട് പാടുന്നത്, എന്നിട്ട് ഇപ്പം എന്തായി കാണിക്കുന്നത്, പാട്ടാകുമ്പോൾ ഒരു താളം ഈണൊക്കെ വേണ്ടെന്ന് പറയും. അപ്പൊ അശോക് പറയും കേട്ടോ ഇവർക്ക് താളം ഈണൊക്കെ വേണമെന്നാ പറഞ്ഞത്, അതുപോലെ അങ്ങ് ചെയ്തു കൊടുക്കുക പറയും. അങ്ങനെ ആശയാണെങ്കിൽ വേറെ വഴിയൊന്നും ഇല്ലാതെ ആ ലോറിയുടെ അവിടെ ഇങ്ങനെ കയറി നിന്നോണ്ട് ഇങ്ങനെ പാടാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങിയായിരിക്കും. അപ്പോഴാണ് അശോക് പാടുന്നത്.
പാട്ടൊക്കെ പാടി അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോഴാണ് ആ ചേച്ചി അവരെ വിളിക്കുന്നത്. ബോംബെ എത്താനായിട്ടുണ്ട്, വേഗം എഴുന്നേക്കാൻ പറയും. അങ്ങനെ അവരവിടെ എഴുന്നേറ്റ് അങ്ങനെ ആ സെറാക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവർ ബോംബൊക്കെ എത്തി അവരവിടെ ഇറങ്ങി അവിടുത്തെ സെറാക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ നടക്കുമായിരിക്കും. അപ്പോഴാണ് ആശ പറയുന്നത്, അശോ ഇനി മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാലിപ്പോൾ കുഴയും. ഇപ്പം തന്നെ എനിക്ക് ആകെ തലവേദന എടുത്തിരിക്കുകയാണ്. ഇനി റോഡ് തീരുന്നതിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തീരുമെന്ന് പറയും. അപ്പം അശോക് പറയും, അശ നീ എന്തൊക്കെ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ കാര്യമൊന്നും പറയുന്നതെന്ന്. സോറി അശോക്, ഞാൻ ജസ്റ്റ് തമാശ പറഞ്ഞതാ. സാരമില്ല, എൻ്റെ നീ ഇവിടെ നിൽക്കും, ഞാൻ എവിടെ പോയിട്ട് കട ഉണ്ടോ നോക്കട്ടെ, മെഡിസിൻ വാങ്ങിച്ചിട്ട് വരാം. അപ്പം അശു പറയും, അശോക് ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കാനോ? പിന്നെ അല്ലാതെ നീ കൊച്ചു കുട്ടിയാന്നല്ലോ, അതായത് നീ കുറച്ചെവിടെ നിന്നാൽ മതി, ഞാൻ ഇവിടെ അടുത്തെവിടെ കടയിൽ നിനക്ക് വേണ്ടി തലവേദനയുള്ള മരുന്ന് നോക്കിയിട്ട് വരാം, നീ കുറച്ചെവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അശോക് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ആശ അവിടെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളടുത്ത് വന്ന് ഇങ്ങനെ ചോദിക്കും, ഇവിടെ റൂമുണ്ട് അവിടുത്തെ എവിടെയെങ്കിലും താമസിക്കാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് അയാളോട് ഞാൻ അന്വേഷിക്കായിരിക്കും. അപ്പോഴാണ് വേറൊരു ചേച്ചി അതിനിടയിൽ കൂടെ ഉള്ളത്, നിങ്ങൾക്ക് റൂമാണോ വേണ്ടതെന്ന് ചോദിക്കും. നിങ്ങൾക്ക് താമസിക്കാൻ റൂമാണോ വേണ്ടത്? അതെ, പക്ഷെ നിങ്ങളാരാ? ഞാൻ ശശി. അല്ല നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? റൂം തന്നെയാണോ? അപ്പൊ ആശ പറയും, അതെയും എന്താന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഭർത്താവും ഇവിടെ ആദ്യമായിട്ടാണ് മുംബൈയിൽ ഉള്ളത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ആരെയും അറിയില്ല, അതുകൊണ്ട് ഈ റൂമൊക്കെ എങ്ങനെ കിട്ടുന്നതെന്ന് അറിയില്ല, അതുകൊണ്ട് റൂം ഉണ്ടെങ്കിൽ ഒന്ന് തരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ആ ചേച്ചി പറയും, അതിനെന്താ, ഞാൻ നിങ്ങളെ സഹായിക്കാലോ, ഇവിടെ ഒരുപാട് റൂം കിട്ടും, അതും വളരെ കുറഞ്ഞ പൈസക്ക് തന്നെ, പക്ഷെ നിങ്ങൾ വേഗം പറയണോ എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ ആശ പറയും, അത് ഞാൻ എൻ്റെ ഭർത്താവെന്ന് പറയട്ടെ, ഞാൻ അവരോട് ചോദിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറയും. അപ്പോൾ അവർ പറയും, അതെ ഈ മുംബൈ നഗരത്തിലെ സമയങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണ്, നിങ്ങളിപ്പോൾ പോയി അവരോട് ചോദിക്കുമ്പോഴത്തേക്കും വേറെ ആൾക്കാരൊന്ന് അത് ബുക്ക് ചെയ്യും, പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, 3000 രൂപയ്ക്ക് നല്ല റൂം കിട്ടും, നിങ്ങളൊന്ന് വേണം കണ്ടു നോക്കിയാൽ മതി, പറ്റണമെന്നെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ചോളൂ, കുഴപ്പമില്ല, പക്ഷെ ഒന്ന് കണ്ടു നോക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ, നിങ്ങൾ പേടിക്കാതെ വേണ്ട, നിങ്ങളെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, ഇവിടെ ആരെയും അറിയില്ല എന്നൊക്കെ, അതുകൊണ്ട് ഞാൻ സഹായിക്കാമെന്ന് വിചാരിച്ചതാ. അപ്പം ആശ ഇങ്ങനെ വിചാരിക്കും, എന്തായാലും ഇത്രയും വലിയൊരു നഗരത്തിൽ ഇങ്ങനെയൊരു സഹായം കിട്ടുന്നത് വളരെ കുറവായിരിക്കും, എന്തായാലും ഇത്രയോടെ തന്നെ റൂബ് കിട്ടുക പറയുമ്പോൾ അത് നല്ല കാര്യമല്ല, അത് ഇത്രയും ചെറിയ പൈസയ്ക്ക് എന്തായാലും ഒന്ന് പോയി കാണാം, പിന്നെ അശോകനും സർപ്രൈസും കൊടുക്കാം. അങ്ങനെ ആ കാര്യത്തിൽ അശോകിന് ടെൻഷനൊക്കെ പോയി കിട്ടല്ലോ. അപ്പം ആ ചേച്ചി പറയും, അതെ നിങ്ങൾ എന്തേ ആലോചിച്ചിരിക്കുന്നത്, വേഗമാണ് റൂം കാണിച്ചു തരാം. അപ്പം ആശ പറയും, അതെ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിരുന്നു ഇവിടെ നിൽക്കാൻ, അപ്പം ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവർ ടെൻഷൻ ആവില്ല ഞാൻ അവിടെ പോയി എന്ന് വിചാരിച്ചിട്ട്, അതുകൊണ്ട് നമുക്ക് അവർ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ആ ചേച്ചി പറയും, അയ്യോ എന്തിനാ അങ്ങനെ പേടിക്കുന്നത്, ഇവിടെ അടുത്ത് തന്നെയാണ്, നിങ്ങളുടെ ഹസ്ബൻഡ് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തുള്ള വീട് കൂടി കാണിച്ചു കൊടുക്കാം, ഇതാ 5 മിനിറ്റ് ഉള്ളതാ, ഇവിടെ അടുത്ത് തന്നെ, എനിക്ക് അന്ന സ്ഥലം തന്നെയാണെന്ന് പറയും. അങ്ങനെ ആശ പിന്നെ അവരെ നിർബന്ധിക്കുമോ, പിന്നെ എന്നാൽ പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ആശ അവരുടെ കൂടെ പോകും. അപ്പോഴാണെങ്കിൽ അവരിങ്ങനെ ഫോണിൽ സംസാരിക്കുന്നുണ്ടാവും, അതെ ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്, നീ അവിടുത്തെ നിന്നോ, ഇപ്പം ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി ആശയും കൊണ്ട് പോകും. അപ്പോൾ ആ ചേച്ചിയുടെ ഉദ്ദേശം വേറെയാണ്, പക്ഷെ ആശ അറിയാതെ അവരുടെ കൂടെ പോവുകയാണ്. അതിനുശേഷം പിന്നെ അശോക് അവിടെ എത്തും. അങ്ങനെ അവിടെ എത്തി നോക്കുമ്പോൾ ആശ അവിടെ കാണുന്നുണ്ടാവില്ല. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു ചേട്ടനോട് ചോദിക്കും, അവിടെ ഒരു നീല സാരി ഇട്ടും കൊണ്ടൊരു പെണ്ണായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, അവിടെ പോയും ചോദിക്കും. അപ്പോൾ അയാൾക്ക് അറിയില്ല എന്ന് പറയും. അങ്ങനെ പിന്നെ ആശ ചോദിച്ചിരുന്ന ആ ഒരു ചായക്കടക്കാരൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവരോടും ചോദിക്കും. അപ്പോൾ അവർ പറയും, ഇവിടെ ഒരു ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, പിന്നെ അവർ അവിടെ നിന്ന് പോയി, എന്തോ ഒരു വീട് വാങ്ങുന്നതിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരുന്നതെന്ന് പറയും. അപ്പോൾ അശോക് ആകെ ടെൻഷനാവും. അങ്ങനെ അശോകും അല്ല അവർ എഴുതി കൂടെ പോയത്, അപ്പം ഇതിലൂടെ തന്നെ പോയതുകൊണ്ട് വഴിയൊക്കെ കാണിച്ചു വെക്കും. അങ്ങനെ അശോക് ആകെ ടെൻഷനായിട്ട് ആശയം തെരഞ്ഞാണ്ട് അതോട് നടക്കും. ഒരുപാട് ആശയുടെ പേരൊക്കെ ഉറക്കി വിളിച്ച് ആശ ഇങ്ങനെ അന്വേഷിച്ചിങ്ങനെ നടക്കും. ഇതോടുകൂടി നമ്മുടെ 349 എപ്പിസോഡുകൾ അവസാനിക്കുകയാണ്. എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നിന്ന് വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ ബൈ.